ഹലോ, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദോശപ്പൊടിയാണ്. അപ്പോൾ ഈ ദോശപ്പൊടി ഇഷ്ടമില്ലാത്ത കേരളക്കാരുണ്ടാവില്ല അല്ലേ? എല്ലാ ദിവസവും രാവിലെ ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ ദോശപ്പൊടി നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദോശപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉഴുന്ന്, 1 കപ്പ് പീസ് പരിപ്പ്, 1 കപ്പ് കടലപ്പരിപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 10 12 വറ്റൽമുളക്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വലിയൊരു കടായി എടുത്തിട്ട് അതിലേക്ക് ഈ പറഞ്ഞ ഉഴുന്നുബോൾ, പീസ് പരിപ്പ്, കടലപ്പരിപ്പും പിന്നെ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക. ഇതിനി കടായിയിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഓൾറെഡി ഇത് വറുത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ആയി ഈ ഒരു പരിവായിട്ടുണ്ട്. നല്ലോണം ഇത് വറുത്തെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ പൊടിച്ചെടുക്കണം, അരച്ചല്ല പൊടിച്ചെടുക്കണം. അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേണം അത് പൊടിച്ചെടുക്കാൻ. വറുത്ത് വെച്ചത് തണുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇതിനിപ്പോൾ പൊടിച്ചെടുക്കണം. പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ദോശപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊടിച്ചിട്ട് വേണം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ 1/2 സ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി കഴിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇതുപോലെ ഒരു ചെറിയൊരു പ്ലേറ്റ് എടുക്കാം. എന്നിട്ട് കുറച്ച് ദോശപ്പൊടി അതിലേക്ക് എടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മൾ ശരിക്കും അത് മിക്സ് ചെയ്യണം. ഇത് ഇനി ദോശയുടെ അടുത്ത് കഴിക്കാൻ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക, ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.